ഒരു സങ്കടകരമായ വാർത്തയിലേക്കാണ് തിരുവനന്തപുരത്ത് നിന്നൊരു വാർത്ത വരുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചതെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. നാറാണി സ്വദേശി അനന്തുവാണ് മരിച്ചിരിക്കുന്നത്. വീടിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥിയുടെ പേര് അനന്തു എന്നാണ്. അനന്തു നാറാണി സ്വദേശിയാണ്. നെയ്യാറ്റിൻകരയ്ക്കടുത്താണ്. നെയ്യാറ്റിൻകരയിൽ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അനന്തുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. കാരക്കോണം PPMHSലെ വിദ്യാർത്ഥിയാണ്. രതീഷ് ബിന്ദു ദമ്പതികളുടെ മകനാണ് മരിച്ച അനന്തു. നെയ്യാറ്റിൻകര നാറാണി സ്വദേശി അനന്തു 8ാം ക്ലാസ് വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിലാണ്. വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ്. കാരണങ്ങൾ വ്യക്തമായിട്ടില്ല. പോലീസടക്കം അന്വേഷണ സംഘം, പോലീസടക്കം അധികൃതരൊക്കെ തന്നെ സ്ഥലത്തുണ്ട്. ഇതിനെ സംബന്ധിച്ച ഒരു നിഗമനത്തിലേക്ക് എത്താറായിട്ടില്ല. പോലീസിൻ്റെ പ്രാഥമിക നിഗമനം ഇനിയും വന്നിട്ടില്ല. ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. ഇതിന് പിന്നിലെ കാരണം എന്താണ് എന്നുള്ളത് വിദ്യാർത്ഥിയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളിലേക്കൊക്കെ തന്നെ നമുക്ക് എത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. നെയ്യാറ്റിൻകര നാറാണി സ്വദേശി അനന്തുവിനെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാരക്കോണം PPMHS വിദ്യാർത്ഥിയാണ്. രതീഷ് ബിന്ദു ദമ്പതികളുടെ മകനാണ്. നിലവിൽ പുതിയ വിവരമനുസരിച്ച് വെള്ളറട പോലീസ് സ്ഥലത്തെത്തി അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുകയാണ്. പൊതുവെ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള മരണങ്ങളെല്ലാം അസ്വാഭാവിക മരണത്തിനാണ് കേസെടുക്കുക. എന്തായാലും നിഗമനത്തിലേക്ക് ഈ പുതിയ നിഗമനങ്ങൾ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും പ്രാഥമിക നിഗമനങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. പ്രാഥമിക ഘട്ടത്തിലുള്ള അന്വേഷണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാരക്കോണം PPMHS സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. രതീഷ് ബിന്ദു ദമ്പതികളുടെ മകനാണ്. വെള്ളറട പോലീസ് ഇപ്പോൾ നിലവിൽ അനന്തുവിൻ്റെ ആത്മഹത്യയിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുകയാണ്.